ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് 3:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ AKG സെന്ററിൽ ചേരുകയുണ്ടായി. യോഗം പരിശോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ ലോക സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ലോക പോലീസ് എന്ന സ്ഥാനത്ത് നിന്ന് അമേരിക്കൻ നിലപാടിനെതിരായ സമീപനം സ്വീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തകർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് 1000-ലധികം പേർ മരണപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ വാർത്ത 1000-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ട വാർത്ത വരികയുണ്ടായി. 165 കുട്ടികൾ ഈ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ഈ കുട്ടികളാണ് ഒരു തെറ്റും ചെയ്യാത്ത, ഭാവിയിൽ ആരൊക്കെയോ ആയിത്തീരേണ്ടുന്ന വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ് മരണപ്പെട്ടത്. അത്രയും ക്രൂരമായ നടപടികൾ ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്ത് നടന്നു വരികയാണ്. ലോകരാജ്യങ്ങളിൽ ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നു. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ലോക കേരള സഭാ അംഗങ്ങളെ ഓൺലൈൻ മീറ്റിംഗ് വഴി ബന്ധപ്പെട്ടു. വിവിധ സംഘടനാ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം നാടാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ലോക ജനത ആകെ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭമാണ്. ഇന്നത്തെ ഈ യുദ്ധ സ്ഥിതിഗതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും സമാധാനത്തിന് വേണ്ടി ലോക ജനത ഒന്നിച്ചു നിൽക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ലോക കേരള സഭയുടെ പൊതു സന്ദേശവും ജനങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അമേരിക്കൻ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ കേരളത്തിൽ 3 ബഹുജന റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. മാർച്ച് 6 വൈകിട്ട് കോഴിക്കോട് നിറക്കുളം മൈതാനത്തും, മാർച്ച് 7 കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും, മാർച്ച് 8 തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള നായനാർ പാർക്കിലും വമ്പിച്ച ബഹുജന റാലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ബഹുജന കൂട്ടായ്മയായിട്ടാണ് ഈ റാലി സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് കേരളത്തിലുടനീളം യുദ്ധത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ
ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയായി ജോലി ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, കുടുംബങ്ങൾക്ക് സമാധാന അന്തരീക്ഷം നൽകാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിൽ നിറവേറ്റണം. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ, കുടുംബങ്ങളെ കാണാൻ ധാരാളം ആളുകൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. വിമാനങ്ങളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് അവർക്ക് യാത്ര തുടരാൻ കഴിയുന്നില്ല. അത്തരം മലയാളികളെ ഇന്ത്യയിലെത്തിക്കുക, ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കുക, അതിന് സഹായകരമായ നിലപാട് മുൻകൈ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന് കേരള ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദുരിതമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളെ ആകെ ചേർത്ത് നിർത്തി മനുഷ്യ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ നടപടികളും തുടരണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട്. ആ സമീപനമാണ് ഞങ്ങൾ പൊതുവെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ചർച്ചയുടെ ഒരു പ്രധാന വിഷയം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ്. സീറ്റ് വിഭജന ചർച്ച തുടരുന്നുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും വളരെ സംതൃപ്തമായ നിലയിലാണ് പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം ഇപ്പോഴും അവ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഓരോ പാർട്ടിക്കും വിഭജിച്ച് നൽകിയ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻ വിജയം നേടുന്നതിന് സാധ്യമായ എല്ലാ തലത്തിലുമുള്ള സംഘടനാ പ്രവർത്തനം നടത്തി വരികയാണ്. ഈ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നണിയുടെ ഉജ്ജ്വലമായ വിജയം ഉറപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാതെ ജനങ്ങളുടെ നല്ല പിന്തുണ ലഭിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ വീടുകൾ സന്ദർശിക്കുന്ന ഗൃഹസന്ദർശന പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. വീടുകൾ സന്ദർശിക്കുമ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത്. വീട് സന്ദർശനം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വീട് സന്ദർശനം പൂർണ്ണമാകും. ആ നിലയിൽ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുകയും മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന് നൽകിയ ഒരു ഉറപ്പ്, എല്ലാ ഉറപ്പുകളും പാലിക്കുകയാണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് സർവസ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആദ്യഘട്ട ടൗൺഷിപ്പ് കേരളത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളാണ്, 10,000-ങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വയനാട്ടിലേക്ക് ഒഴുകുകയുണ്ടായി. ജനങ്ങൾ വലിയ തോതിൽ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഗവൺമെന്റ് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിൽ കേരളം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനും 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇപ്പോൾ വീട് നൽകിക്കഴിഞ്ഞു. ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ
ഈ അനുഭവങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്.